വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യവർഗത്തെ ലക്ഷ്യമിട്ട വൻ പ്രഖ്യാപനങ്ങളുമായി മോദി സർക്കാർ രംഗത്ത്. വ്യക്തികൾക്ക് ആദായ നികുതി നൽകേണ്ട പരിധി 5 ലക്ഷമാക്കി ഉയർത്തിയതായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചു. ഇതോടെ വർഷത്തിൽ ആകെ വരുമാനം 5 ലക്ഷത്തിൽ കൂടുതലുള്ളവർ മാത്രം ഇനി ആദായ നികുതി നൽകിയാൽ മതിയാകും. 3 കോടിയോളം മധ്യവർഗക്കാർ ഇതോടെ നികുതി ഭാരത്തിൽ നിന്നും ഒഴിവാകും. പ്രതിപക്ഷത്തിന്റെ ശക്തമായ ബഹളത്തിനിടെയാണ് മന്ത്രി പീയൂഷ് ഗോയൽ ബജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത്. ഇടക്കാല ബജറ്റിന് പകരം വോട്ട് ഓൺ അക്കൗണ്ടായി അവതരിപ്പിക്കണമെന്നും ബജറ്റ് ചോർന്നുവെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷം ബഹളം ആരംഭിച്ചത്. ചോർന്ന ബജറ്റിന്റെ ഭാഗം കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയാണ് ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വോട്ടർമാരെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികളാണ് ആദ്യഘട്ടത്തിൽ അവതരിപ്പിച്ചത്. 2022 രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്ന് ഗോയൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. അന്ന് എല്ലാവർക്കും വീടും കക്കൂസും വൈദ്യുതിയും ലഭ്യമാകുമെന്നും ഗോയൽ അവകാശപ്പെട്ടു. ബജറ്റ് പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ: 5,40,000 ഗ്രാമങ്ങളെ വെളിയിട വിസർജന വിമുക്തമാക്കി. ധനക്കമ്മി 3.4% കുറഞ്ഞു. പണപ്പെരുപ്പം 4.6%. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 6ാമത്തെ സാമ്പത്തിക ശക്തി. സാമ്പത്തിക വളർച്ച കൈവരിച്ചു. കിട്ടാക്കടം തിരിച്ചുപിടിച്ചു. ബാങ്കിംഗ് രംഗത്ത് സമഗ്ര പരിഷ്കാരം കൊണ്ടുവന്നു. 2022ഓടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാകും. തൊഴിലുറപ്പ് പദ്ധതിക്ക് 60,000 കോടി രൂപ. 2019 മാർച്ചോടെ എല്ലാ വീടുകളിലും വൈദ്യുതി. ചെറുകിട കർഷകർക്കായി പ്രധാനമന്ത്രി കിസാൻ നിധി പദ്ധതി. മത്സ്യമേഖലയ്ക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. കിസാൻ സമ്മാൻ നിധിക്ക് 75,000 കോടി. ഫിഷറീസ് പശുവളർത്തൽ വായ്പകൾക്ക് 2% പലിശയിളവ്. പ്രകൃതി ദുരന്തങ്ങളിൽ വിള നശിച്ച കർഷകരുടെ വായ്പകളിൽ 2% പലിശയിളവ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ പദ്ധതി മാസം 3,000 രൂപ. അങ്കണവാടി ആശാ വർക്കർമാരുടെ ഹോണറേറിയം 50% കൂട്ടി. ESI പരിധി 21,000 ആക്കി. സർവീസിലിരിക്കെ തൊഴിലാളി മരിച്ചാൽ കുടുംബത്തിന് 6 ലക്ഷം രൂപ. 2 കോടി ജനങ്ങൾക്ക് കൂടി സൗജന്യ പാചകവാതകം. പ്രതിരോധത്തിന് 3 ലക്ഷം കോടി. മുദ്ര പദ്ധതിയിലെ 70% ഗുണഭോക്താക്കളും വനിതകളാണെന്ന് ഗോയൽ. ഒരു ദിവസം 27 കിലോമീറ്റർ ഹൈവേ റോഡ് നിർമ്മിക്കും. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിക്ക് ഇതുവരെ നൽകിയത് 35,000 കോടി. സേനയിൽ ശമ്പള വർധന നടപ്പാക്കും. റെയിൽവേക്ക് 1.5 ലക്ഷം കോടി. 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷം ഡിജിറ്റൽ ഗ്രാമങ്ങൾ. ഗ്രാറ്റുവിറ്റി പരിധി 10 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമാക്കി. ആദായ നികുതി വരുമാനം 12 ലക്ഷം കോടിയായി വർദ്ധിച്ചു. ആദായ നികുതിയിൽ മാറ്റമില്ല. സിനിമാ നിർമ്മാണങ്ങൾക്ക് ഏകജാലക സംവിധാനം. ആന്റി പൈറസി നിയമത്തിന് ഭേദഗതി കൊണ്ടുവരും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് 58,166 കോടി. കള്ളപ്പണക്കാർക്കെതിരെ ശക്തമായ നടപടി. 1.30 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം കണ്ടെത്തി. ചരക്ക് സേവന നികുതിയിൽ നിന്നുള്ള വരുമാനം ജനുവരിയോടെ 1 ലക്ഷം കോടി കടന്നു. പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ 18% വർധന. പൊതുമേഖലാ ബാങ്കുകൾക്ക് 2.6 ലക്ഷം കോടി. ആദായ നികുതി പരിധി 5 ലക്ഷമായി ഉയർത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.